നമസ്തേ. ഇന്ന് നമ്മളെ ജാതകത്തിലെ പ്രധാന വിഷയങ്ങൾ, അതായത് ഒരു ജാതകം നോക്കേണ്ടത് എങ്ങനെ, ആ ജാതകത്തിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയാണ് ജാതകം ഫലമുണ്ടോ എന്ന് തിരിച്ചറിയുക എന്ന വിഷയത്തെക്കുറിച്ച് ഉദാഹരണ ജാതകങ്ങൾ സഹിതമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 ഉദാഹരണ ജാതകങ്ങളും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആമുഖമായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന വിഷയമാണ്, ജാതകത്തിൽ പ്രധാനം ലഗ്നമാണ്, ലഗ്നാധിപനാണ്. ലഗ്നത്തിൻ്റെ സ്ഥാനബലം, ദിഗ്ബലം അല്ലെങ്കിൽ ദൃഗ്ബലം, ലഗ്നാധിപൻ്റെ ശുഭത്വം, ലഗ്നത്തിൻ്റെ ശുഭത്വത്തിനനുസരിച്ചാണ് ജാതക ഫലം ഉണ്ടാവുക. അതിനൊപ്പം തന്നെ അതിന് തത്തുല്യ പ്രധാനമാണ് ദശകളുടെ പ്രാധാന്യം, യോഗദശകൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മളൊരു 10-30 വർഷം യോഗദശകളും നല്ല ലഗ്നം ഉണ്ടെങ്കിൽ തന്നെ ജാതകം വളരെ നല്ല ജാതകമായിരിക്കും. യോഗദശകൾ എന്ന് പറയുന്നത് എന്താണ്? 1, 5, 9 ഭാവാധിപന്മാരുടെ ദശ, അല്ലെങ്കിൽ ശുഭത്വമുള്ള ഗ്രഹങ്ങളുടെ ദശ. അവയോഗ ദശകൾ എന്ന് പറഞ്ഞതോ 6, 8, 12 ഭാവാധിപന്മാരുടെ ദശ, അല്ലെങ്കിൽ മാരകന്മാരായ 2, 7, 3 ഭാവാധിപന്മാരുടെ ദശയൊക്കെ ആയിരിക്കും അവയോഗ ദശയായിട്ട് വരിക. അപ്പോൾ യോഗദശകളുടെയും അവയോഗ ദശകളുടെയും പ്രാധാന്യം ഇന്ന് ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. ദശയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് ജ്യോതിഷത്തിൽ നോക്കേണ്ടത്. എന്താണ് ദശ? അത് യോഗകാരകനാണോ? ആ ദശ തരുന്ന ഗ്രഹം ശുഭനാണോ? ഇപ്പോൾ ശനി ദശ നടക്കുകയാണ്. ശനി ദശ നടക്കുകയാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യണമെങ്കിൽ ശനി ഒന്നുകിൽ ഗുരുദൃഷ്ടിയിലോ ഗുരുയോഗത്തിലോ, അല്ലെങ്കിൽ ശുക്രയോഗത്തിലോ ശുക്രദൃഷ്ടിയിലോ, അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെയോ ബുധൻ്റെയോ, ബുധൻ അവസാനമാണ്, പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയിലോ യോഗത്തിലോ ഒക്കെ വരികയാണെങ്കിൽ ശനിദശ വളരെ നന്നാവും. ശനി 6, 8, 12 ഭാവാധിപൻ ആവാനും പാടില്ല. അങ്ങനെയാണ് യോഗദശകൾ എന്ന് പറയുന്നത്. ശുഭത്വമാണ് പ്രധാനം. ശുഭത്വം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശമുള്ള ഗ്രഹം. ഇരുട്ടുള്ള ഗ്രഹം എന്ത് തരുന്നുള്ളൂ? നൈസർഗിക പാപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ഇരുട്ടുള്ള ഗ്രഹങ്ങളാണ്. അവർക്ക് തമസ്സാണ് പ്രദാനം ചെയ്യാൻ കഴിയുക. തമോ ഗ്രഹങ്ങൾ നമുക്ക് ഗുണം ചെയ്യില്ല. തമോ ഗ്രഹങ്ങൾക്ക് പ്രകാശമുള്ള ഗ്രഹത്തിൻ്റെ സാമീപ്യം, സുഹൃദ്ബന്ധം, യോഗം, ദൃഷ്ടി ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് പാപഗ്രഹങ്ങൾ, നൈസർഗിക പാപന്മാർ ഗുണമായിട്ട് വരുള്ളൂ. നോർമലായിട്ട് നൈസർഗിക പാപന്മാർ പാപത്വം തന്നെയാണ് തരിക. അപ്പോൾ ദശ വളരെയധികം പ്രധാനമാണ്. എങ്ങനെയുള്ള ദശ? ശുഭത്വമുള്ള, പ്രകാശവർദ്ധനവുള്ള, പ്രകാശമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശ യോഗദശയായിട്ട് ജീവിതത്തിൽ നല്ല പ്രായത്തിൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ദശയാണ് പ്ലസ് ലഗ്നാധിപൻ. ഇപ്പം ശനി ലഗ്നാധിപനാവുകയാണെന്ന് വയ്ക്കുക. ശനി കുംഭലഗ്നാണ്. ശനി 12 മറഞ്ഞു നിൽക്കുന്ന കുംഭത്തിൻ്റെ ലഗ്നത്തിന് ചരരാശിയായിട്ടുള്ള മകരത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് തന്നെ 12 മറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്, ഏറ്റവും നല്ലത്. കുംഭലഗ്നത്തിന് ശനി എവിടെ നിൽക്കണം? കുംഭലഗ്നത്തിന് ലഗ്നാധിപനായ ശനി മകരത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അവിടെ സ്ഥാനബലമുണ്ട്. ഒരു ലഗ്നാധിപൻ നീചത്തിൽ പോയിക്കൂടാ. കുംഭലഗ്നത്തിന് 3 ശനി വന്നാൽ നീചം ചെയ്യും. പക്ഷെ 3, 6, 11 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾക്ക്, നൈസർഗിക പാവന്മാർക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷേ ലഗ്നാധിപൻ നീചം പോയിക്കൂടാ. നീചം പോയി കഴിഞ്ഞാൽ, ലഗ്നാധിപൻ നീചം പോയാൽ ജാതകം മുന്നോട്ട് പോവില്ല എന്നർത്ഥം. ലഗ്നാധിപന് നീചം പോയാൽ ശുഭത്വം ഉണ്ടാവണം. നീചം പോയാലും പ്രതിവിധി എന്താണ്? പരിഹാരം, അല്ലെങ്കിൽ അതിലും വേറൊരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ, നീചനായ ശനിക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയോഗങ്ങൾ, പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോഗങ്ങൾ, ശുക്രദൃഷ്ടിയോഗങ്ങൾ, ബുധൻ്റെ ദൃഷ്ടിയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെയാണ് നീചനായ ലഗ്നാധിപൻ വന്നാൽ രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ലഗ്നാധിപൻ നീചം പൊയ്ക്കൂടാ. ഇപ്പോൾ കുംഭലഗ്നത്തിന് ഏറ്റവും ബലം തരുന്നത് ശനി 12 നിൽക്കുമ്പോഴാണ്. എവിടെ? മകരത്തിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് ഉദാഹരണം കാണിക്കുന്നത് ദശകളും അതുപോലെ തന്നെ പ്രാധാന്യം, ദശകളുടെ പ്രാധാന്യം ജാതകത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 2 ജാതകങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. രണ്ടും മകരലഗ്നമാണ്. മകരലഗ്നം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ 10ാം രാശിയാണ്. കാലപുരുഷൻ്റെ 10ാം രാശിയായിട്ടുള്ള, ചരരാശിയായിട്ടുള്ള ശനിയുടെ കുറച്ചെങ്കിലും ശുഭത്വമുള്ള, ചരരാശിക്ക് ശുഭത്വം, 4 ചരരാശികളും ശുഭത്വം കൂടുതലുള്ള രാശികളാണ്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പം ചരരാശിയിൽ ശുഭത്വം ഉള്ള മകരം ആയിട്ടുള്ള ശനിയുടെ തന്നെ, കുംഭം വളരെ ഇരുട്ടാണ്, മകരം കുറച്ച് കുറഞ്ഞ ഇരുട്ടാണ്. അങ്ങനെയുള്ള മകരത്തിൻ്റെ 2 ജാതകങ്ങളാണ്. മകരലഗ്നം വന്ന 2 ജാതകങ്ങൾ. എന്താണ് വ്യത്യാസം നോക്കാം. എല്ലാവരും പറയും
മകരലഗ്നത്തിന് ഒരു ജാതകം, അതിൻ്റെ ഡേറ്റും ടൈമൊക്കെ ഞാൻ പറയാം, വേണമെങ്കിൽ അടിച്ചു നോക്കാം. 22/11/1954 11:30 AM ഒറ്റപ്പാലം ഭാഗത്ത് ജനിച്ച ഒരാളുടെ ജാതകമാണ്. അദ്ദേഹത്തിന് മകരലഗ്നമാണ്. അദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായ ശനി ഉച്ചത്തിലാണ്. നമ്മൾ പറയും ഒരു ഗ്രഹം ഉച്ചം ചെയ്താൽ വളരെ നല്ലതാണ്, ലഗ്നാധിപൻ ഉച്ചം ചെയ്താൽ വളരെ നല്ലതാണ്. പക്ഷെ ശനി ആയിക്കൂടാ, അതും 10. അതേപോലെ തന്നെ ഈ ജാതകം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, മകരലഗ്നമാണ്. ചൊവ്വ ഉച്ചം ചെയ്ത് ലഗ്നത്തിലുണ്ട്. ലഗ്നത്തിൽ ഉച്ചനായ ചൊവ്വയുണ്ട്. നേരെ 7ാം ഭാവത്തിൽ, 6ാം ഭാവത്തിൽ കേതു ഉണ്ട്. മിഥുനത്തിൽ 7ാം ഭാവത്തിൽ ഉച്ചനായ ഗുരു ഉണ്ട്. ഉച്ച ഗുരു ഉണ്ട്. മകരലഗ്നത്തിൽ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുക, 7ൽ ഉച്ചനായ ഗുരു നിൽക്കുക, 2 ഉച്ചം വന്നു. 8ഉം 9ഉം ഗ്രഹങ്ങളില്ല. 10ാം ഭാവത്തിൽ ഉച്ചനായ ശനിയുണ്ട്. കൂടെ അമാവാസിയോടടുത്ത ചന്ദ്രനും ബുധശുക്രന്മാരും. ഇപ്പം 2 പാപന്മാരായി. 10ാം ഭാവത്തിൽ ചന്ദ്രൻ, അമാവാസിയോടടുത്ത ചന്ദ്രൻ, അമാവാസിക്ക് തലേ ദിവസം എന്ന് പറഞ്ഞ പോലെയുള്ള ചന്ദ്രനാണ്. ചിത്തിര നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ, ചിത്തിര നക്ഷത്രം. അപ്പോൾ അമാവാസിയോടടുത്ത ചന്ദ്രനും ശനിയും ചേർന്ന് 10ാം ഭാവത്തിന് പാപത്വം വന്ന്, പ്ലസ് ഗുരു ബുധന്മാർ, അല്ലെ ശുക്രനും ബുധനും ചേർന്ന് ശുഭത്വം കൊടുത്ത 11ൽ സൂര്യൻ നിൽക്കുന്ന, അപ്പോൾ 3 ഉച്ചായി, 12ൽ രാഹു നിൽക്കുന്ന ജാതകം. ഈ ജാതകത്തിൻ്റെ പ്രത്യേകത ആദ്യം പറയാം. 3 ഉച്ചഗ്രഹമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഉച്ചം വന്നാൽ തന്നെ നമ്മൾ നല്ല ജീവിതമാണ്. 2 ഉച്ചം വന്നാൽ അതിലേറെ വളരെ സമ്പൽ സമൃദ്ധി, അതായത് ധന സമ്പത്തുണ്ടാവും. എന്താ പറയുക, ധനത്തിൻ്റെ ഒരു യാതൊരു ദോഷവും ഉണ്ടാവില്ല എന്ന് പറയും. 3 ഉച്ചം വന്നാൽ മഹാരാജാവ് ചക്രവർത്തിയാവും എന്നാ പറയും. 5 ഉച്ചം വന്നാൽ ഭഗവാനായി. ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ ഉച്ചം, ഓരോ ഉച്ചത്തിനനുസരിച്ച് നമുക്ക് വർദ്ധിതമായി. ഇവിടെ എന്തൊക്കെ യോഗ? ചന്ദ്രകേന്ദ്രത്തിൽ നിൽക്കുന്ന ചൊവ്വ രുചകയോഗം കൊടുക്കും, പൂർണ്ണ രുചകയോഗം. 7ൽ നിൽക്കുന്ന ഗുരു ഹംസയോഗം കൊടുക്കും. 10ൽ നിൽക്കുന്ന ശനി ശശമഹായോഗം കൊടുക്കും. ലഗ്നാധിപനാ. 3 ഗ്രഹങ്ങൾ ഉച്ചം ചെയ്ത ജാതകം, വിശേഷ ജാതകമാണ്. സാധാരണ ഈ ജാതകങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ജ്യോതിഷത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് ഉതകിയത് എന്നുള്ളതാണ്, ഉപയോഗപ്രദമായത്. കാരണം ഈ ജാതകങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന, അതായത് നമ്മൾ അതുവരെ പഠിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ജാതകത്തിന് എങ്ങനെയല്ല ഫലം പ്രവചിക്കേണ്ട, അല്ലെങ്കിൽ ഫലം നോക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഈ ജാതകങ്ങളാണ് ശരിക്കും എനിക്ക് ഉപയോഗപ്രദമായത്. ഈ ജാതകത്തിൽ 3 ഉച്ചം ചെയ്തു, 3 പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ 3 യോഗവും ചെയ്തു. ചിലവർ പറയും ഉച്ചം നോക്കിയാൽ പിച്ചെടുക്കുന്ന ഒരു ചൊല്ലുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതില്ലാത്ത ജാതകങ്ങൾ, ഉച്ചം നോക്കിയിട്ടുള്ള ഒരുപാട് ജാതകങ്ങൾ ഞാൻ വേറെ കാണിച്ചു തരും. അങ്ങനെയൊന്നുമില്ല. ആ ചൊല്ലൊന്നും ഫലവത്തല്ല. ഈ 3 ഉച്ചത്തിൻ്റെ ഗുണം പോട്ടെ. ശനി ഉച്ചാണല്ലോ, ലഗ്നാധിപൻ വളരെ ഉച്ചത്തിലല്ലേ 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. ചൊവ്വ ലഗ്നത്തിൽ രുചകയോഗമല്ലേ, ഹംസയോഗ. അദ്ദേഹം പാടത്ത് കൃഷിപ്പണി എടുത്ത് ജീവിക്കുകയാണ്. ചേറിൽ ചെളിയും ചേറും ഒരു ലക്ഷറിയും ഇല്ലാതെ സൈക്കിളും വളരെ പാവപ്പെട്ട രീതിയിൽ പാടത്ത് കൃഷിപ്പണി എടുത്ത് ജീവിക്കുകയാണ്. എന്താണ് കാരണം? ഒന്ന് ഞാൻ പറഞ്ഞു, ലഗ്നത്തിലെ പാപത്വം വന്നുകൂടാ. ലഗ്നത്തിൽ എന്തു വന്നു? ചൊവ്വ പാപനായി. ലഗ്നാധിപൻ ഉച്ചം ചെയ്യുന്നത് നല്ലതാണ്. ഗുരു ലഗ്നത്തിലേക്ക് നോക്കുന്നത് ശുഭത്വം അല്ലേ വെച്ച് കഴിഞ്ഞാൽ ആണ്, വളരെയധികം ശുഭത്വമാണ്. അപ്പോൾ ഗ്രഹങ്ങളൊക്കെ ബലമുണ്ട്. ഈ ഗുരുവിനെ ആര് നോക്കും? ശനിയുടെ 10ാം ദൃഷ്ടിയും ചൊവ്വയുടെ 7ാം ദൃഷ്ടിയും വരും ചെയ്യും. അപ്പോൾ ഗുരുവിൻ്റെ ശുഭത്വം അവിടെ നഷ്ടപ്പെടും. എങ്ങനെ നഷ്ടപ്പെടും? അതേപോലെ അദ്ദേഹത്തിൻ്റെ 4ാം ഭാവത്തിലേക്ക് ശനിയുടെ 7ാം ദൃഷ്ടിയും ചൊവ്വയുടെ 4ാം ദൃഷ്ടിയും വരും. അപ്പോൾ 4ാം ഭാവത്തിലും 7ാം ഭാവത്തിനും എന്ത് സംഭവിക്കും? ബുദ്ധിമുട്ട് വരും. ശനിയുടെയും ചൊവ്വയുടെയും ഒന്നിച്ച് ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അഗ്നിമാരുത യോഗം എന്ന് പറയുന്ന ഒരു യോഗം വരും. അപ്പോൾ ഗുരുവിന് ബുദ്ധിമുട്ടുകൾ വരും. ഡിഗ്രിയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ചൊവ്വേനെ ഗുരു നോക്കുന്നുണ്ടോ ലഗ്നത്തിലേക്ക്? 20-22 ഡിഗ്രിയുടെ അപ്പുറത്താണ് ചൊവ്വേനെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വ പാപനായിട്ട് തന്നെ നിൽക്കുന്നത്. ചൊവ്വ ശുഭനാവുന്നില്ല. ചൊവ്വ ഒരിക്കലും ശുഭനാവുന്നില്ല. ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് ഈ ജാതകത്തിലെ ദശകൾ. ഇദ്ദേഹം ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്.
ചൊവ്വാദശയിൽ 3 വർഷം 1 മാസം 14 ദിവസം ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ചിത്തിര നക്ഷത്രം എന്ന് പറഞ്ഞു, ചൊവ്വാദശയിലാണെന്ന് അറിയാം. ചിത്തിര 3-ാം ഭാഗമാണ്. അപ്പോൾ ഏകദേശം 3 വർഷം 1 മാസത്തോളമാണ് അദ്ദേഹത്തിന് ചൊവ്വാദശ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്താ കിട്ടുന്നത്? വിദ്യാഭ്യാസ സമയത്ത് രാഹുർ ദശയാണ്. 21 വയസ്സും 1 മാസവും 14 ദിവസവും രാഹുർ ദശയാണ്. ആ രാഹു എങ്ങനെയാണ്? ദശയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ആ രാഹു ചൊവ്വയാണെങ്കിൽ യോഗ 1, 5, 9 ഭാവാധിപന്റെ ദശയാണോ നടന്നത്? അല്ല. ചൊവ്വ എന്താണ്? ശനിക്ക് അവയോഹനാണ്. 4, 11 ഭാവാധിപനായ ചൊവ്വ. അത് 3 വയസ്സ് വരെയുള്ളൂ എന്ന് വയ്ക്കൂ. അത് കഴിഞ്ഞ് നടന്ന രാഹുർ ദശ എവിടെ നിന്നിട്ടാണ്? 12-ാം ഭാവാധിപന്റെ ദശയാണ്. രാഹു 12-ൽ നിന്ന് കഴിഞ്ഞാൽ 12-ാം ഭാവാധിപത്യമാണ് വരിക. ആരുടെ ഫലം തരും? ഗുരുവിൻ്റെ ഫലം തരിക. എങ്ങനെ തരും? ശനിയുടെ ദൃഷ്ടിയിലുള്ള രാഹുവാ. ശനിയും രാഹുവും തമ്മിൽ 6 ഡിഗ്രി ഗ്യാപ്പുള്ളൂ. അതായത് 6 ഡിഗ്രിയിൽ ശനി വന്നിട്ട് രാഹുവിനെ ദുഷിപ്പിച്ച് കേടുവരുത്തി കളയും. ആ ഗുരു ചിങ്ങത്തിൽ നിന്നിരുന്നെങ്കിൽ രാഹുവിനെ ഗുരു നോക്കിയിട്ട് ആ രാഹുർദേശം നന്നാവും. അപ്പോൾ വിദ്യാഭ്യാസം വളരെ നന്നാവും. ശനി നോക്കിയതുകൊണ്ട് എന്തായി? വിദ്യാഭ്യാസം കെട്ടുപോയി. ശനി നോക്കിയ രാഹു വിദ്യയെ കൊടുത്തില്ല, വിദ്യ നശിപ്പിച്ചു കളഞ്ഞു. ഭ്രമിപ്പിക്കും. രാഹു ഭ്രമിപ്പിച്ചു. പക്ഷെ വിദ്യയിലല്ല ഉണ്ടായത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയില്ല. 21 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും താളം പോയി. അത് കഴിഞ്ഞ് വരുന്ന ഗുരുദശയാണെങ്കിലോ ചൊവ്വയുടെയും ഉച്ചനാണെങ്കിൽ തന്നെ 12-ാം ഭാവാധിപൻ തന്നെയാണത്. രാഹുവും 12-ാം ഭാവത്തിൽ നിന്ന് ദശ നടത്തിയതാണ്. 3, 12 ഭാവാധിപൻ. രാഹുവിന് 2 ഗുണമാണ്. രാഹു നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഫലവും നോക്കുന്ന ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഫലവും കൂടി ചേർത്താണ് തരിക. ഇപ്പൊ രാഹു ഗുരുവിന്റെ മാത്രം ഫലമല്ല തന്നത്, മറിച്ച് പാപനായ ശനിയുടെ ഫലം കൂടി. പാപന്റെ ദൃഷ്ടിയാണ്. ലഗ്നാധിപൻ തന്നെയാണ് നോക്കിയത്. പക്ഷെ ശനി പാപനാണ്. ശനിക്ക് എത്ര തന്നെയാണെങ്കിലും കാരകത്വം പാപത്വമാണ്. ശനിയുടെ കാരകത്വം നമുക്കറിയാം. ദുഃഖകാരകനാണ്. കാലപുരുഷന്റെ ദുഃഖകാരകനാണ്. അതുപോലെ തന്നെ ദുരിതം, ദാരിദ്ര്യം. ശനിയുടെ എല്ലാ ആയുസ് ഒഴികെ മറ്റൊന്നും ഗുണമില്ല. ആത്മീയതയുണ്ട്, ആയുസ്സുണ്ട്. ഇത് രണ്ടും ശനി തരും കുറേശ്ശെ. മറ്റെല്ലാ കാരകത്വവും നമുക്ക് ദുരിതവും ദാരിദ്ര്യവും നമ്മൾ പിച്ചക്കാരനാക്കുന്നതും ശനിയാണ്. ശനിയുടെ കാരകത്വങ്ങൾ നന്നല്ല. അതുകൊണ്ടാണ് ലഗ്നവുമായിട്ട് ശനിക്ക് ബന്ധം വരാൻ പാടില്ല. ഡയറക്റ്റ് ലഗ്നത്തിന്റെ 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്നതാണ് നല്ലത്. ശുഭത്വത്തോടു കൂടി ഏതെങ്കിലും ശുഭഗ്രഹം. എനിവേ നല്ല ഭാവത്തിൽ നിന്നും അവിടെ ശുഭത്വം ഉണ്ടെങ്കിൽ കുറച്ചൊരു സമാധാനം. ഇവിടെ ശനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? ശുഭത്വം ഉണ്ട്. കാര്യം ബുധന്റെയും ശുക്രന്റെയും യോഗം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അമാവാസി ചന്ദ്രനും കൂടി വന്നപ്പോൾ ശനിക്ക് കുറച്ചും കൂടി പാപത്വം വന്നു. അമാവാസി ചന്ദ്രനാണ് അവിടെ. അമാവാസിയോടെ അടുത്ത ചന്ദ്രൻ, ബലമില്ലാത്ത ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രന്റെ പാപത്വം കൂടി ചേർന്നിട്ടാണ് ശനി കുറച്ചും കൂടി ദോഷമായിട്ട്. അല്ലെങ്കിൽ ബുധശുക്ര യോഗത്തോടു കൂടി ശനി ശുഭദൃഷ്ടിയാണ് രാഹുവിന് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഉണ്ടായില്ല. പാപനും കൂടി ചേർന്നുകൊണ്ട് പാപനും ചേർന്ന ദൃഷ്ടി. 12-ാം ഭാവാധിപന്റെ ദശ, 12-ാം ഭാവാധിപനായ രാഹു 12-ൽ നിന്ന് ഗുരുവിൻ്റെയും ശനിയുടെയും ചേർന്ന ദശയെ കൊടുത്തത്. അത് കഴിഞ്ഞ് വന്നത് 21 വയസ്സ് കഴിഞ്ഞപ്പോൾ ഗുരുദശ വന്നു. ഗുരുദശ എങ്ങനെയായിരിക്കും? ഉച്ചം ചെയ്ത ഗുരു 7. സന്താനം വിവാഹമൊക്കെ കൊടുക്കും, പക്ഷെ മറ്റു ഗുണങ്ങളൊന്നും കൊടുക്കില്ല. കാര്യം എന്താണ്? ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി വാങ്ങിച്ച് അവയോഗ ദശ തന്നെയാണ്. 12-ാം ഭാവാധിപൻ തന്നെയാണ് ഗുരു. അവയോഗ ദശയാണ്, യോഗദശയല്ലാതെ. ദശയോഗമല്ല. ഉച്ചനാണ്. 3, 12 ഭാവാധിപനാണ്. 3-ാം ഭാവാധിപത്യം കുറച്ച് കിട്ടും അദ്ദേഹത്തിന്. കാര്യം 3ലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് 3-ാം ഭാവാധിപത്യമാണ് അധികം വരിക. പക്ഷെ അദ്ദേഹത്തിന്റെ 21 വയസ്സിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കെട്ടുപോയി. അതുകൊണ്ട് തന്നെ വിദ്യ കെട്ടാൻ എന്ത് പറ്റും? ലഗ്നത്തിലൊരു പാപം നിന്ന് ലഗ്നാധിപൻ ഉച്ചം ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ലഗ്നത്തിൽ പാപം നിന്നാൽ എന്ത് പറ്റും? അദ്ദേഹത്തിന്റെ ഫലം ദാനശേഷി കുറയും. അതായത് 30,000, 20,000 രൂപ വരുമാനം അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നു. ലക്ഷറിയൊക്കെ കുറച്ചു. അദ്ദേഹം കൃഷിപ്പണി. 10-ൽ നിൽക്കുന്ന ശനി എന്ത് കൊടുക്കും? അദ്ദേഹത്തിന് കൃഷിപ്പണി കൊടുക്കും. 10-ൽ പറയാൻ, അതായത് ചെളിയിൽ പുരണ്ട, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിക്ക് കൊടുക്കുന്നത് ശനിയാണ്. ജലം ചേർന്ന് അവിടെ ശുക്രൻ ചേർന്ന് ചന്ദ്രനും ചേർന്നുകൊണ്ട് ജലത്തിന്റെ പ്രാധാന്യം കൂടിയതുകൊണ്ട് എന്ത് പറ്റി? ജലത്തിൽ ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ചേരും. ചന്ദ്രനാണ് നെൽകൃഷിയും വാഴ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രനാണ് കൊടുക്കുക. മറ്റുള്ള കൃഷികളാണ് ശനിക്ക്. അപ്പോൾ ചന്ദ്രൻ ചേർന്ന ശനി 2 പാവന്മാർ 10-ാം ഭാവത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എന്തായി? കൃഷിപ്പണിയായി. അപ്പം 3 ഉച്ചുണ്ട്. അത് ലഗ്നത്തിൽ രുചകയോഗം ഉണ്ട്. 3 ഹംസയോഗം, രുചകയോഗം, അതുപോലെ ശശമഹായോഗമുള്ള ആള് കൃഷിപ്പണി എടുത്ത് സാധാരണ ജീവിതമാണ്.
വളരെ സാധാരണമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരാൾ. ഇതിന്ന് നമ്മൾ ഈ ജാതകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇദ്ദേഹം വളരെ ഉയർന്ന നിലയിലാണെന്ന് തോന്നും. അങ്ങനെയാണ് നമ്മൾ ഫലം പറയും. അപ്പോൾ നമ്മുടെ ജാതക പ്രഡിക്ഷൻ തെറ്റിപ്പോകുന്നു. പാരമ്പര്യ ജാതക പ്രഡിക്ഷൻ തെറ്റിപ്പോകുന്നതിൽ ചെറിയ പിഴവുകൾ വരുന്നതിൽ കാരണം അതാണ്. ഗ്രഹത്തിൻ്റെ ഉച്ചമോ നീചമോ അല്ല ഫലം നിർണ്ണയിക്കുന്നത്, മറിച്ച് ലഗ്നാധിപൻ്റെ ശുഭത്വം ഫലം, അതുപോലെ കൃത്യമായ ദശകൾ, ലഗ്നത്തിൻ്റെയും ലഗ്നാധിപൻ്റെയും ദശകൾ, അതായത് ലഗ്നത്തിന് പാപത്വം വന്നുകൂടാ. ഇവിടെ ഉച്ച ചൊവ്വ വന്നുകൊണ്ട് അതിന് എതിരെ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾക്ക് ബലം പോയി. ഗുരുവുമായിട്ട് ഒരുപാട് ദൂരെയാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ശുഭനായില്ല. ഒരേ ഡിഗ്രിയിൽ ചൊവ്വ വന്നിരുന്നെങ്കിൽ ഗുരു വന്നിട്ട് ചൊവ്വേനെ ശുഭത്വപ്പെടുത്തും. പക്ഷെ അതിന് പറ്റിയില്ല. ചൊവ്വ പാപത്വം തന്നെയാണ്. അപ്പം അതുപോലെ ദശ അതിനേക്കാളൊക്കെ ഉപരിയാണ് യോഗദശകൾ വന്നില്ല എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ശനിദശയൊക്കെ വരുന്നത് 37 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പം അദ്ദേഹം കൃഷി ആയിട്ട് മുന്നോട്ട് നടന്നു. വേറൊരു ജാതകത്തിൽ ഇതേമാതിരി 11/10/11/1988 11:47 AM ഏകദേശം ഇതേ സമയം വരുമ്പോഴാണല്ലോ മകരലഗ്നം വരുന്നത്. തൃശ്ശൂർ ജനിച്ച ഒരു ജാതകമാണ്. അതിൽ മകരലഗ്നമാണ്, 2 രാഹു. നിങ്ങൾ ഈ സമയം അടിച്ചു നോക്കാൻ അറിയുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനിതിൽ ഇടും ചെയ്യാം. 2 രാഹു, 3 ചൊവ്വ, 4 ഒന്നുമില്ല, 5 ഗുരു. ലഗ്നത്തിലേക്ക് 5 നിൽക്കുന്ന ഗുരു എന്ത് ചെയ്യും? ലഗ്നത്തിലേക്ക് 9ാം ദൃഷ്ടി കൊടുക്കും. അപ്പോൾ ലഗ്നത്തിലേക്ക് ആര് വന്നു? ഗുരുദൃഷ്ടി വന്നു. ശുഭഗുരു. ലഗ്നം കാലിയാണ്, വേറെ ഒന്നുമില്ല അവിടെ. ശുഭത്വം മാത്രമേ ഉള്ളൂ, പാപത്വം ഇല്ല. ചൊവ്വയോ ശനിയോ ബന്ധം വന്നില്ല. 6 ഒന്നുമില്ല, 7 ഒന്നുമില്ല, 8 കേതു, 9 ശുക്രൻ നീചന കന്നിയിൽ, 10 സൂര്യൻ നീചന, 11 ചന്ദ്രൻ നീചൻ വൃശ്ചികത്തിൽ, 12 ലഗ്നാധിപനായ ശനി. അപ്പം ശനി 12, 6, 8, 12 നിന്ന ദോഷമാണ്. ലഗ്നാധിപൻ മറഞ്ഞുകൂടാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ലഗ്നാധിപൻ ശനിയോ ചൊവ്വയോ ആണെങ്കിൽ ലഗ്നാധിപൻ മറയുന്നതാണ് നല്ലത്. ഈ ജാതകത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ ജാതകത്തിൽ ലഗ്നാധിപൻ 12 മറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ലഗ്നാധിപൻ 12 മറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രൻ നീചനാണ്, സൂര്യൻ നീചനാണ്, ശുക്രനും നീചനാണ്. ലക്ഷറി ഉണ്ടാവാൻ പാടില്ല അല്ലേ? സൂര്യനും ചന്ദ്രനും പോയി, അമ്മയും അച്ഛനും ഒക്കെ പോയി. ലക്ഷറി ശുക്രൻ പോയി, അപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ലക്ഷറി ഒക്കെ പോയി. അങ്ങനെയാണ് നമ്മൾ ഫലം പറയുക. 3 നീചം വന്നാൽ, 1 നീചം വന്നാലേ ജാതകം മോശമാണ്. 2 നീചം വന്നാൽ അതിലേറെ മോശം. 3 നീചം വന്നു, അതിലേറെ മോശമാണ്. പക്ഷെ ഈ ജാതകം ലക്ഷറിയാണ്. ഇതാണ് പാരമ്പര്യ ജ്യോതിഷത്തിൽ പറ്റുന്ന അബദ്ധം. ഈ ജാതകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റിയ മോശമാണ്. 3 നീചമുള്ള ജാതകം, ലഗ്നാധിപൻ 12 മറഞ്ഞ ജാതകം ഒരിക്കലും നന്നാവില്ല. പക്ഷെ അതല്ല സ്ഥിതി. ലഗ്നത്തിലേക്ക് ഗുരുവിൻ്റെ മാത്രം ദൃഷ്ടി. അതേപോലെ തന്നെ ഈ ഗുരു ആരെയൊക്കെ നോക്കുന്നുണ്ട്? 5 നിന്നിട്ട് 9 നിൽക്കുന്ന നീച ശുക്രനെ ഗുരു നോക്കും. ആ ശുക്രൻ നീചനാണെങ്കിലും നേരെ ഗുരുവിൻ്റെയും ചൊവ്വയുടെയും ദൃഷ്ടി വാങ്ങിച്ചിട്ടാണ് നിൽക്കുന്നത് ശനിയുടെ. അപ്പോൾ ആവശ്യത്തിനുള്ള ബലം ആ ഗുരു അവിടെ കൊടുത്തു, ശുഭത്വം കൊടുത്തു. അപ്പോൾ ലക്ഷറി വന്നു, ആവശ്യത്തിനുള്ള ലക്ഷറി. അതേപോലെ തന്നെ സൂര്യൻ 10ലാണ് നിൽക്കുന്നത്. അതാണ് പറഞ്ഞത്, ചില സമയത്ത് സ്ഥാനബലത്തിനേക്കാൾ ബലം ഉണ്ടാവും, ദിഗ്ബലം. ബുധൻ്റെ യോഗത്തിൽ, ശുഭത്വം ചെയ്ത ബുധയോഗത്തിൽ 10ാം ഭാവത്തിൽ സൂര്യൻ, 9, 10 ഭാവാധിപന്മാരായ ബുധ സൂര്യനും, അതാണ് പ്രധാനം. 9ഉം 10ഉം ഭാവാധിപന്മാരാണ് ബുധനും ശുക്രനും. 9, 10 ഭാവാധിപന്മാർ. 9ാം ഭാവാധിപൻ ബുധനും 10ാം ഭാവാധിപൻ ശുക്രനുമാണ്. അപ്പോൾ 9ാം ഭാവാധിപൻ ബുധനും ശുക്രനും തമ്മിൽ പരിവർത്തനം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ബുധൻ്റെ വീട്ടിൽ ശുക്രനും ശുക്രൻ്റെ വീട്ടിൽ ബുധനും. അതുതന്നെ ഈ ശുക്രൻ്റെ പരിവർത്തനം കൊണ്ട് തന്നെ ശുക്രൻ്റെ കാരകത്വം വർദ്ധിച്ചു നിൽക്കും. ആധിപത്യം കിട്ടില്ല, പക്ഷെ കാരകത്വം എന്താണോ ഉച്ചസ്ഥിതി ആ അവസ്ഥയിലുള്ള കാരകത്വം കിട്ടും നീച പരിവർത്തനം കൊണ്ട്. അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ പരിവർത്തനം വന്നു കഴിഞ്ഞാൽ, ഏത് ഗ്രഹങ്ങളും പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കാരകത്വം അതേപോലെ കിട്ടും. കാരകത്വം നഷ്ടം വരില്ല എന്നർത്ഥം. ഗ്രഹകാരകത്വം കിട്ടി. അപ്പോൾ ബുധന് കാരകത്വം കിട്ടി, ശുക്രൻ്റെ നീചത്തിനാണെങ്കിലും കാരകത്വം കിട്ടി, ഗുരുദൃഷ്ടി വന്നു. എന്തൊക്കെ ഗുണം നോക്കൂ. ഗുരു ദൃഷ്ടിയിലാണ് ശുക്രൻ നിൽക്കുന്നത്, അതുപോലെ മംഗളയോഗത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്, അതുപോലെ തന്നെ പരിവർത്തനം ചെയ്തിട്ട് കാരകത്വം പൂർണ്ണമായിട്ട് ശുക്രൻ നിൽക്കുന്നു. പ്ലസ് പിന്നെ ഒന്ന് നീചനായ സൂര്യനെ കുറിച്ചാണ് പറയാനുള്ളത്. 10ൽ ദിഗ്ബലം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സൂര്യൻ പാപഗ്രഹങ്ങൾക്ക് ദിഗ്ബലം വളരെ ബലമാണ്.
പാപഗ്രഹങ്ങൾ സ്ഥാനബലത്തിനേക്കാൾ നല്ലത് ദിഗ്ബലമാണ്. അപ്പോൾ സൂര്യൻ 10 നിന്ന് കഴിഞ്ഞാൽ ജോലിയിൽ വളരെ ഉയർന്ന അവസ്ഥ, നല്ല ജോലി, ബുധനുമായി ബന്ധപ്പെട്ട ബുധ-സൂര്യ ബന്ധപ്പെട്ട ജോലി. ബുധനാണെങ്കിൽ പരിവർത്തനം ചെയ്ത് ശുക്രൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്, വളരെ ശുഭമാണ്. അപ്പോൾ സൂര്യൻ ദിഗ്ബലമാണ്, ബുധൻ്റെ ശുഭത്വവും നേടിയിട്ടാണ് നിൽക്കുന്നത്. ബുധൻ്റെ യോഗം ചെയ്ത് സൂര്യൻ ശുഭനാണ് 10. അപ്പോൾ 2 നീചവും ഒഴിവായി. 3ാമത്തെ നീചം ചന്ദ്രനാണ്. ചന്ദ്രൻ ഗുരുദൃഷ്ടിയിലാണ്. 11ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ ചന്ദ്രൻ അമാവാസി ചന്ദ്രനുമാണ്, നീചനുമാണ്, ഒട്ടും ബലം, പക്ഷെ ഗുരുദൃഷ്ടിയിലാണ്. അതാണ് ദൃഗ്ബലം എന്ന് പറയുന്ന പ്രധാന ബലം. നമ്മൾ കാണില്ല, മറ്റ് പലരും ഇത് കാണാതെയാണ് ഫലം പറയുക. 3 നീചം വന്നു കഴിഞ്ഞാൽ യോഗമല്ല ജാതകം. ഇതിലൊക്കെ ഉപരിയാണ് ഈ കുട്ടിക്ക് ജീവിതത്തിൽ ദശകൾ വന്നത് ഇമ്പോർട്ടൻ്റ് നോക്കണം. 1 വയസ്സ് 5 മാസം 9 ദിവസം വരെ ഗുരുദശ, 5ൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദശ. 1 വയസ്സ് 5 മാസം 9 ദിവസം വരെ. അത് കഴിഞ്ഞ് 20 വയസ്സ് വരെ 5 മാസം 8 ദിവസം വരെ ശനിദശയാണ് വന്നത്. ശനി എന്താണ്? യോഗദശയാണ്. ഇദ്ദേഹത്തിന് ശനി 37 വയസ്സിലാണ് വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് യോഗദശയാണ്. പക്ഷെ അപ്പോഴേക്കും ജീവിതത്തിലെ വിദ്യാഭ്യാസവും വേണ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല. 40 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുക്കാലായി. അതുപോലെ ഈ കുട്ടിക്ക് എന്താണ്, ഈ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ യോഗദശ, ലഗ്നാധിപൻ്റെ ദശ വന്നു. ലഗ്നാധിപൻ എങ്ങനെയാണ് നിൽക്കുന്ന? ഗുരുവിൻ്റെ വീട്ടിലാണ് നിൽക്കണം. ലഗ്നാധിപൻ ഗുരുവിൻ്റെ വീട്ടിലാണ് നിൽക്കണം. ശുഭത്വം ആണ്. ഗുരുവിൻ്റെ വീട്ടിൽ നിന്നാൽ തന്നെ, അതായത് വീട് കൊടുത്തവൻ്റെ ഫലം, ക്ഷേത്രം എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് സ്വഭാവം ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു നല്ലൊരു വ്യക്തി, പ്രധാനപ്പെട്ട വ്യക്തിയുടെ, ഒരു MLA-യുടെയോ MP-യുടെയോ ഒക്കെ ഒരു വീട്ടിലാണ് വാടകയ്ക്ക് ഇരിക്കണമെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് വലിയ കസർത്തൊന്നും കള്ളുപിടിച്ച് വഴക്കുണ്ടാക്കാനോ ബഹളം ചെയ്യാനോ ഒന്നും നിൽക്കില്ല. നമ്മൾ കള്ളുപിടിയാനായിരിക്കാം, പക്ഷെ അവിടെ ചെന്ന് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇത് പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഒരു MLA-യുടെ വീടാണ്. പോലീസിനെ വിളിച്ച് പറയണ്ട, MLA-യുടെ വീട്ടിലേക്ക് അത്ര പെട്ടെന്ന് വരും, അന്വേഷണം വരും. അപ്പം നമുക്ക് കള്ളു കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്തല്ല ആര് നിൽക്കുന്നത്, ശനി നിൽക്കുന്നത്. ശനി എത്ര കള്ളുടിയനാണെങ്കിലും ഭസ്മം ധരിച്ച് അമ്പലത്തിൽ പോയി തൊഴുകാനേ പറ്റുള്ളൂ. കാര്യം ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. വേറൊരു പാപൻ കൂടി കൂട്ടുണ്ടെങ്കിൽ ഇയാളുടെ സ്വഭാവം കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ 2-3 ആൺകുട്ടികൾ ഉണ്ടെങ്കിലാണ് പെൺകുട്ടികളെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെൺകുട്ടികൾ 2-3 പേര് നിൽക്കുമ്പോഴാണ് ആൺകുട്ടികളെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റി വരുമ്പോൾ അവർക്കൊരു ധൈര്യമുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് നടന്നു പോകാൻ തന്നെ പേടിയാവും. 2-3 പേര് വരുമ്പോൾ, അതുപോലെയാണ് 2-3 പാപന്മാർ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ശനിക്ക് സ്വഭാവം കിട്ടും. പക്ഷെ ഇവിടെ അതില്ല. ശനി ഒറ്റയ്ക്കാണ്, 12ലാണ്. ശനിദശ 20 വയസ്സ് 5 മാസം 8 ദിവസം വരെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ബുധദശ 37 വയസ്സ് വരെ കിട്ടി. എങ്ങനെയുള്ള ബുധദശ? പരിവർത്തനം ചെയ്ത് 9ാം ഭാവാധിപനായ, അപ്പോൾ ആദ്യം ലഗ്നാധിപൻ്റെ ദശ കഴിഞ്ഞു, പിന്നെ 9ാം ഭാവാധിപനായ ബുധൻ്റെ ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരുടെ കൂടെ? ദിഗ്ബലം ചെയ്ത സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ബുധദശയാണ് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കേതു, അത് കഴിഞ്ഞിട്ട് ശുക്രൻ 64 വയസ്സ് വരെ ശുക്രദശയാണ്. അപ്പോൾ ദശകളാണ് ജാതകത്തിലെ ജീവിതത്തിൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നത്. ലഗ്നാധിപന് ബലം പോകാൻ പാടില്ല. ഇവിടെ ലഗ്നാധിപൻ മറിച്ച് നീചത്തിൽ പോയിരുന്നെങ്കിൽ കഥ പറയാണ്. ആരുടെയും നീചത്തിലില്ല, ബലത്തിൽ തന്നെയാണ്, സ്ഥാനബലത്തില്ല. മറ്റേയാൾക്ക് ഉച്ചത്തിലാണ്. പക്ഷെ ശനി ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും ഗ്രഹമാണെങ്കിൽ, ഇപ്പോൾ ഗുരുവാണ് ലഗ്നാധിപൻ ഉച്ചത്തിലാണെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ ഉച്ചം ചെയ്യുന്ന പോലെ അല്ല പാപഗ്രഹങ്ങൾ ഉച്ചം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ മറയാതെ നിൽക്കുന്നത്. മറഞ്ഞു നിൽക്കണം. പാപഗ്രഹമാണെങ്കിൽ ലഗ്നത്തിന് മറഞ്ഞ് സ്ഥാനബലം വന്ന് നിൽക്കണം. ഇപ്പോൾ ഇടവ ലഗ്നത്തിന് നോക്കൂ, ശനി ഉച്ചം ചെയ്ത് കഴിഞ്ഞാൽ 6ാം ഭാവത്തിലാണ് ഉച്ചം ചെയ്യുക. ഇടവ ലഗ്നത്തിന് യോഗകാരകനാണ്, 9-10 ഭാവാധിപനായ ശനിയാണ്, പക്ഷെ 6ാം ഭാവത്തിലാണ് ഉച്ചം ചെയ്യുള്ളൂ. അതാണ് യോഗകാരകനാവുന്നതിൻ്റെ പ്രധാനം. മറഞ്ഞു നിന്നാലാണ് ഉച്ചം വരുന്നത്. മറഞ്ഞു നിന്ന് ഉച്ചം ചെയ്യുന്നതാണ് പാപഗ്രഹങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഈ 2 ജാതകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനം എന്താണ്? ദശാപഹാരങ്ങളാണ്. അദ്ദേഹത്തിന് 21 വയസ്സ് വരെ കിട്ടിയത് രാഹുർദശ, ശനി നോക്കിയ രാഹുർദശ. എങ്ങനെയുള്ള ശനി? ഉച്ച ശനി നോക്കിയതാ. എങ്ങനെയുള്ള ശനി? പാപനായ ചന്ദ്രൻ്റെ കൂടെ ചേർന്ന ഉച്ച ശനി നോക്കിയ കേന്ദ്രസ്ഥാനങ്ങളിലെ പാപന്മാർക്ക് ബലം കൂടും. അപ്പോൾ തന്നെ 10ൽ നിൽക്കുന്ന ശനിക്ക് ബലവാനാണ്. അപ്പോൾ പാപനായ, അതീവ പാപനായ ശനിയുടെ ദൃഷ്ടി വാങ്ങിച്ച രാഹുർദശ 21 വയസ്സ് വരെ നടന്ന് 12ാം ഭാവാധിപൻ്റെ ദശ നടന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? വിദ്യാഭ്യാസം കിട്ടിയില്ല, വേണ്ട രീതിയിൽ വളർച്ച ഉണ്ടായില്ല, ജീവിതത്തിന് വേണ്ടത്ര ഗുണങ്ങളൊന്നും സംഭവിച്ചില്ല, യോഗദശ അല്ലാത്തതുകൊണ്ട്. പ്ലസ് അദ്ദേഹത്തിന് ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി 4ലേക്കും 7ലേക്കും ഒക്കെ വരുന്നതും 10ൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ളത് അദ്ദേഹം കൃഷിയിലേക്ക് തിരിയേണ്ടി വന്നു. വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ പോയി. ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്ന പാപനും അദ്ദേഹത്തിന് ദോഷമാണ്. ഈ കുട്ടിക്ക് ഈ ജാതകത്തിലോ, രണ്ടാമത് പറഞ്ഞ ജാതകത്തിൽ ലഗ്നത്തിൽ പാപന്മാരൊന്നുമില്ല, മാത്രമല്ല ലഗ്നത്തിലേക്ക് ഒരു ഗുരു മാത്രമേ നോക്കുള്ളൂ.
ഗുരുവിനെ നൈസർഗിക പാപനാണ് ശനി ചൊവ്വ, നൈസർഗിക ശുഭനാണ് ഗുരു. ഗുരുവിൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ലഗ്നം ശുഭാവും, പ്രകാശം വരും, ഉടൻ പ്രകാശം, നക്ഷത്രങ്ങൾ തെളിയും ലഗ്നത്തിൽ. വേറെ പാവന്മാരുടെ ഒരു ദൃഷ്ടിയും ആർക്കില്ല, ലഗ്നത്തിലില്ല. അതുകൊണ്ട് എന്തു പറ്റി? നല്ല യോഗദശകളും ശുഭത്വവും ലഗ്നശുഭത്വവും കാരണം ആ ജാതകം ലക്ഷറിയായിട്ട് ജീവിക്കുന്നു. ആദ്യം പറഞ്ഞ ജാതകം കൃഷിപ്പണിയും കാര്യങ്ങളായിട്ട് വളരെ മിതമായ രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ ജാതകത്തിലെ പാരമ്പര്യ ജ്യോതിഷത്തിലെ ഉച്ചനും നീചനുമാണ് ജാതകത്തിലെ വിധികൾ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ജാതകത്തിൽ ദശയും ലഗ്നവുമാണ്, അല്ലെങ്കിൽ ലഗ്നാധിപന്റെ ശുഭത്വമാണ്, ലഗ്നാധിപന്റെ ശുഭത്വവും ജാതകത്തിൻ്റെ ദശകളും യോഗദശകളുമാണ് നല്ല ജീവിതത്തെ തീരുമാനിക്കുന്നതെന്നും നമുക്കിതൊന്ന് മനസ്സിലാക്കാം. നന്ദി.